രണ്ടു സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വീണ്ടും ചർച്ചയാവുകയാണ്. EVMൽ കൃത്രിമം നടത്തിയാണ് BJP പല വിജയങ്ങളും നേടുന്നത് എന്ന് പറയുന്നവർ അധികം ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം ഇഞ്ചോടിഞ്ചായതോടെ ആ ആരോപണങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ട്. മാത്രമല്ല UP, മഹാരാഷ്ട്ര പോലുള്ള BJP സംസ്ഥാനങ്ങളിൽ അവർ തകർന്നടിഞ്ഞതോടെ അങ്ങനൊരു സാധ്യത ഇല്ല എന്ന് തന്നെ പലരും പറഞ്ഞു തുടങ്ങിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന ചില കണക്കുകളിലും കണ്ടെത്തലുകളിലും വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിക്കൂട്ടിലാവുകയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ 3 മണ്ഡലങ്ങളിലൊഴികെ വോട്ട് യന്ത്രങ്ങളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളും അതുപോലെ എണ്ണിയ വോട്ടുകളും തമ്മിലുള്ള അന്തരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ തന്നെ വ്യത്യസ്തമാണെന്ന് തെളിയിക്കുന്നത്. ദാമൻ ദിയു, ലക്ഷദ്വീപ്, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ വൈരുദ്ധ്യമില്ലാത്തതെന്നും പറയുന്നുണ്ട്. 140 മണ്ഡലങ്ങളിൽ EVMൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളേക്കാൾ അധികമാണ് എണ്ണിയപ്പോൾ ഉണ്ടായിരുന്നത്. ഇത്രയധികം മണ്ഡലങ്ങളിൽ EVMൽ രേഖപ്പെടുത്തപ്പെട്ട വോട്ടുകളിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ അത് സംബന്ധിച്ച വാർത്തകളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തത്തോടെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും വീണ്ടും ചില ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ്. രാജ്യത്ത് വിവിധ മണ്ഡലങ്ങളിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തിന്റെ പകുതിയോളം ഇത്തരത്തിലുള്ള വോട്ട് വ്യത്യാസമുണ്ടെന്ന ആരോപണം ഗൗരവതരമാണ് എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. എണ്ണാതെ ഒഴിവാക്കിയ 950 വോട്ടുകളുടെ അടുത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായ ബ്രജാജ് നാഗ് ജയിച്ചതാകട്ടെ 1884 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. അതുപോലെ രാജസ്ഥാനിലെ ജയ്പൂർ റൂറലിൽ 852 വോട്ടുകൾ എണ്ണാതെ ഒഴിവാക്കിയപ്പോൾ അവിടെ BJPയുടെ റാവു രാജേന്ദ്ര സിംഗ് ജയിച്ചത് 1615 വോട്ടിനാണ്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ വീണ്ടും ജനങ്ങളെ ആശങ്കപ്പെടുത്തുകയാണ്. അതാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2 സംസ്ഥാനങ്ങളിൽ EVM വീണ്ടും ചർച്ചയാവുന്നത്. ഇതിനു മുമ്പ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടന സമർപ്പിച്ച ഹർജിയിൽ 2024 സുപ്രീം കോടതി വാദം കേട്ടത്. എന്നാൽ ആ സമയത്ത് ആരോപണങ്ങൾ കോടതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പോൾ ചെയ്തതും എണ്ണിയതുമായ വോട്ടുകളിൽ വലിയ അന്തരം ഉണ്ടായതോടെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനാണ് പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി പറയുന്നത്. അതുമാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിവാശിയേറിയ മത്സരം നടക്കുന്നതിനാൽ ജയപരാജയങ്ങൾ തുച്ഛമായ വോട്ടിനായിരിക്കും എന്നുള്ളത് കൊണ്ട് ഓരോ വോട്ടും നിർണായകമാണ്. ഏതായാലും ഓരോ തെരഞ്ഞെടുപ്പിലും EVM ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്നത് ജനാധിപത്യ രാജ്യത്തിന് ഒട്ടും ആശാവഹമല്ല. EVMന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന ഇന്നത്തെ ചർച്ചയും അതുണ്ടാക്കിയിരിക്കുന്ന ആശങ്കയും മാറ്റിയേ മതിയാവുകയുള്ളൂ.